അനുമോള് ഫേക്ക് അല്ല, അനുമോൾ എന്നാലും കുറച്ചും കൂടി ഒരു ഡ്രാമ പോലെ ചെയ്യുന്നുണ്ടോ എന്നൊരു. പക്ഷെ പി ആറിനെ കുറിച്ചിട്ട് ഈ പി ആറിന് 16 ലക്ഷം കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെ, ഈ ഔട്ട് ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴാണ് കേൾക്കണം ചേട്ടാ, സത്യം പറയാൻ. അത് പ്രൊമോയിൽ ഞാൻ കണ്ടു, ബിൻസ് ചേച്ചി മസ്താനിയോട് ഇങ്ങനെ സംസാരിക്കുന്നത്. അതൊക്കെ പുറത്തു നിന്നിട്ട് തന്നെ പറയാം. തങ്കച്ചൻ ചേട്ടനെ ഞാൻ അനീഷിന്റെ പ്രണയത്തിൽ പറഞ്ഞപ്പോഴാണ് തങ്കച്ചൻ ചേട്ടനോട് സ്റ്റാർ മാജിക്കിൽ ഒരു ഇഷ്ടം എന്നുള്ള ഒരു സംഭവം ഉണ്ടാവില്ലേ. നമസ്കാരം. ബിഗ് ബോസ് തീരാൻ പോവാണ്. അതെ, സീസൺ 7 എന്താണ് തോന്നുന്നത് മൊത്തത്തിൽ ഗെയിമിനെ കുറിച്ചൊക്കെ? ഗെയിമിനെ കുറിച്ചിട്ട് കുഴപ്പമില്ല. ചിലവർ നന്നായി ഗെയിം കളിച്ചു, ചിലവർ അവിടെ ഫേക്ക് ആയിട്ട് നിന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആരൊക്കെയാണ് നന്നായിട്ട് കളിച്ചത്? നന്നായിട്ട് കളിച്ചോര് അനീഷേട്ട് നന്നായി. എനിക്ക് അനീഷേട്ടൻ പണ്ട് ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത സമയത്ത് തൊട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു ആളുടെ ഗെയിം കൊള്ളായിരുന്നു. ആൾ 5 വർഷം പഠിച്ചു വന്നിട്ടുള്ളൊരു ഗെയിമാണല്ലോ, അപ്പോൾ നമുക്കറിയാം ആൾ നന്നായി ഗെയിം കളിക്കുന്നുള്ളത്. ആളെ ഇഷ്ടമാണ്. പക്ഷേ പിന്നെ ഷാനവാസിക്ക കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ അക്ബർ ചേട്ടൻ കുഴപ്പമില്ല. നൂറാദിലൊക്കെ അവർക്ക് ടോപ്പ് 7 വരെ എത്തിയിട്ടുണ്ടല്ലോ. നെവിൻ എന്ന് വെച്ചാൽ പണ്ട് മുതലേ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. ആള് ചില സമയങ്ങളിൽ കുറച്ച് ഓവറായാലും ഇപ്പോൾ ഓക്കെ ആ ഒരു മീറ്റർ പിടിച്ചിട്ടാണ് ആൾ പോകുന്നത്. അവരൊക്കെ നന്നായി കളിക്കണം, കാരണം ടോപ്പ് 7 വരെ എത്തി. ഫേക്ക് ആയിട്ട് കളിക്കുന്നവരാണ്. ഫേക്ക് ആയിട്ട് എന്ന് പറയുകയാണെങ്കിൽ അതിൽ കുറച്ച് എന്താ പറയാ, പുറത്തിറങ്ങുമ്പോൾ വേറെ ക്യാരക്ടറൊക്കെ ആയിട്ട് തോന്നുന്നു എനിക്ക്. അതിൽ കുറേ പേരുണ്ട്, ഞാനത് പറയാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പോൾ 7 തീരാൻ പോകുന്നത് നമ്മളും അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണല്ലോ. അതുകൊണ്ട് നമുക്ക് അവരുടെ പേര് ഇനി ഒറിജിനലായിട്ട് നമ്മൾ കുറേ ബിഗ് ബോസുകാരെ കണ്ടു. നമ്മളൊരു മീറ്റപ്പ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ അവരെയൊക്കെ കണ്ടപ്പോൾ നമുക്ക് ബിഗ് ബോസിലുള്ള ആൾക്കാരല്ല പുറത്ത് വന്നപ്പോൾ തോന്നിയിരുന്നു. അവരുടെ പേര് ഞാൻ വെളിപ്പെടുത്തണോ വേണ്ടല്ലോ. അതാണ് നിലവിൽ 7 പേരുള്ളതിൽ ഫേക്ക് ആയിട്ട് ആരെങ്കിലും തോന്നുന്നുണ്ടോ? നിലവിൽ 7 പേരിൽ അനുമോള് ഫേക്ക് അല്ല, അനുമോൾ എന്നാലും കുറച്ചും കൂടി ഒരു ഡ്രാമ പോലെ ചെയ്യുന്നുണ്ടോ എന്നൊരു. പക്ഷെ ഫേക്ക് അല്ല, ആൾ ഒറിജിനലാണ്. നമ്മൾ സ്റ്റാർ മാജിക്കിലും കണ്ടിട്ടുണ്ടല്ലോ ആളുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത്. സ്റ്റാർ മാജിക്കിലും കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്ര ഫേക്ക് ആയിട്ടും തോന്നിയിട്ടില്ല. കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒരു ഡ്രാമ, ഒരു ഫീല്. ആരായിരിക്കും ഒരു സീസൺ വിന്നർ ആവാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലുള്ളത്? ഇപ്പോൾ അനീഷേട്ടൻ ഓക്കെയാണ്, അനീഷേട്ടനെ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ അനുമോള് പോയി PR കൊടുത്തിട്ടുണ്ട്, PR കൊടുത്തതിൻ്റെ ബലത്തിൽ ജയിക്കുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ജയിക്കാൻ സാധ്യത എനിക്ക് ഇഷ്ടം തോന്നുന്നു അനീഷേട്ടനാണ് ജയിക്കണം എന്ന ആഗ്രഹമുള്ളത്. ആൾ ഇത്ര നാളും നന്നായി കളിച്ചു. ആളുടെ ഗെയിമായാലും ഒരു പ്രൊപ്പോസൽ, അനുമോളുടെ ഒരു പ്രൊപ്പോസൽ സംഭവം വന്നല്ലോ, അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അത് ഗെയിം ആണെന്നുള്ളത്. അപ്പോൾ അതൊരു ഗെയിം പ്ലാനൊക്കെ ആയിട്ട് ആൾ നന്നായി കളിക്കുന്നുണ്ട്. പണ്ട് മുതൽ ആൾ ഭയങ്കര ഷൗട്ട് ചെയ്ത് ഒരു കാര്യം പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്ത് ഇപ്പോൾ ആൾക്കാരെ ഇഷ്ടം മേടിച്ച് പറ്റി ഉള്ളിലത്തെ ആൾക്കാർ. ഇപ്പം എല്ലാവരും പറയാറുണ്ട് അനീഷേട്ടൻ നല്ലൊരു വ്യക്തിയായി എന്ന് പറയുന്നുണ്ടല്ലോ. അനീഷേട്ടൻ്റെ പ്രണയ സ്ട്രാറ്റജി വിജയിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും വിജയിച്ചു എന്ന് വെച്ചാൽ ആൾക്കാർ ലാലേട്ടൻ വരെ അതെടുത്ത് ചോദിച്ചു ഒറിജിനലാണോ, ഇഷ്ടം തോന്നി പറഞ്ഞു. എന്നിട്ട് അനീഷ് അത് ഇതാക്കുന്നില്ല. ഞാനത് ഫേക്ക് ഗെയിമിന് വേണ്ടിയിട്ട് പറഞ്ഞതെന്നൊന്നും പറയുന്നില്ല. നമുക്ക് പുറത്തിരുന്ന ആൾക്കാർക്ക് കാണുമ്പോൾ അത് ഗെയിമായിട്ടാവും പറയുന്നുണ്ടാവുക. പക്ഷെ വിജയിച്ചു, കുറച്ചൊക്കെ വിജയിച്ചു അവിടെ ഇവിടെയൊക്കെ. ലാലേട്ടൻ അത് എടുത്ത് പറഞ്ഞല്ലോ. ആ എടുത്ത് പറഞ്ഞില്ലെങ്കിൽ അത് അവിടെ ഫ്ലോപ്പായി പോയേനെ. പക്ഷെ എടുത്ത് പറഞ്ഞു. ഇപ്പൊ അനുമോളുടെ PR കുറിച്ചിട്ടാണ് ഏറ്റവും വലിയ ചർച്ച. അതെ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ PR ഉണ്ടെങ്കിലാണ് വിജയിക്കുള്ളൂ എന്നുള്ള അവസ്ഥയായോ? യെസ്, സീരിയസ്ലി കഴിഞ്ഞ സീസണിലൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും PR ഞാൻ തോന്നുന്നുണ്ട് ജയിച്ചായിരുന്നു. ഇപ്പൊ ഞാൻ എല്ലാം അറിഞ്ഞു തുടങ്ങിയിട്ടോ. നമ്മളൊന്നും ഞാൻ എനിക്കൊന്നും അറിവേ ഉണ്ടായിരുന്നില്ലേ PR എന്നുള്ള സംഭവം. ഞാൻ എൻ്റെ ചാനലിൽ മൊബൈൽ കൊടുത്ത് പോന്നു. അത് ഞാൻ ബിഗ് ബോസിൽ ഒരു കൊറിയർ അയച്ചിട്ടാണ് ഇവിടെ മൊബൈൽ എത്തിയത്. പേജ് നോക്കാൻ പോലും അറിയുന്നുണ്ടായിരുന്നില്ല. ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഫോളോവേഴ്സ് വന്നു, അത്ര തന്നെ. PR കൊടുത്തിട്ടൊക്കെ നിന്നെങ്കിൽ കുറച്ചും കൂടി നാളെ നിൽക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിട്ടോ. ഇപ്പോ ഈ സീസണിൽ എല്ലാരും പറയണത് എല്ലാവർക്കും PR ഉണ്ട്. എന്താ അവസ്ഥ? പക്ഷെ അത് അനുമോളിലേക്ക് മാത്രം ടാർഗറ്റ് അതിനെ കുറിച്ച് എന്താ പറയുക? കാരണം അനുമോളാണ്, ഞാൻ പറഞ്ഞല്ലോ അനുമോള് ഫേക്ക് അല്ല. അനുമോളിലെ കുറച്ച് ക്യാരക്ടർ ഉണ്ടല്ലോ, കുറച്ച് കുട്ടിത്തം, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. അത് അനുമോള് എല്ലാവരോടും PR കാര്യം പറഞ്ഞു എന്ന് തോന്നുന്നു. ബിൻ ചേച്ചിയോടായാലും ഇപ്പോൾ ശൈത്യയോടായാലും മറ്റേ ബിൻസിയോട് എല്ലാവരോടും പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. ആള് ഞാൻ PR കൊടുത്തിട്ടാണ് വന്നത്. ചിലപ്പോൾ ആൾ അക്കൗണ്ട് നോക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു എന്നാ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അത് വളച്ചൊടിച്ച് ഇവർ PR ആക്കി ഉണ്ടാവും, പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഒരാളിപ്പോ ശൈത്യ പറഞ്ഞ 15 ലക്ഷം എന്നാണ് നമ്മളോട് പോകുന്ന നേരത്തെ പറഞ്ഞത്. പക്ഷെ ബിന്നി പറഞ്ഞു 16 ലക്ഷം എന്ന് പറഞ്ഞ് ഇപ്പൊ പറഞ്ഞില്ല. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും ഇവരുടെ PR ഇവർ നോക്കിയിട്ടുണ്ടാവുക ചിലപ്പോൾ. അപ്പൊ അയാൾ പറഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഇങ്ങനെ 16 ലക്ഷത്തിന് ഒരാൾ തന്നിട്ടുണ്ടെന്നുള്ളത്. ചിലപ്പോൾ അതായിരിക്കും. എല്ലാവരും PR കൊടുത്തിട്ടുണ്ടെന്ന് ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. ബിന്നിയാണ് റിവീൽ ചെയ്തത്. പക്ഷെ ഇപ്പൊ ബിന്നി പറയണ ഞാൻ അങ്ങനെ റിവീൽ ചെയ്തിട്ടില്ല. ബിന്നി ചേച്ചി റിവീൽ ചെയ്തതല്ല, നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ടാസ്കിന്റെ ഇടയിൽ PR കാര്യം എന്നാ പറയുന്ന അനുമോളാണ് പറഞ്ഞത് ബിന്നി ചേച്ചിയോട്. അപ്പോൾ ബിന്നി ചേച്ചി പറയാണ് ചെയ്തത് ഇങ്ങനൊരു സംഭവം അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 16 ലക്ഷത്തിന് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ആ സംഭവമാണ് റിവീൽ ആയത് ആ ടാസ്കിന്റെ ഇടയിൽ. അപ്പോഴാണ് PR കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ കുറെ പേര് എടുത്ത് പറഞ്ഞു തുടങ്ങിയത്. ഇപ്പൊ അക്ബറിന്റെ അടക്കം എല്ലാവർക്കും PR ഉണ്ട്. പക്ഷെ അതേ അക്ബർ തന്നെ അനുമോളെ കളിയാക്കുന്ന PR റാണി എന്ന് പറഞ്ഞിട്ട്. PR റാണി, യെസ്. ആ പറയാനുള്ള ഒരു സത്യത്തിൽ ഇല്ല അക്ബർ ചേട്ടനെ. പക്ഷെ അക്ബർ ചേട്ടൻ പറയുന്നുണ്ട് PR എല്ലാവരും. ഞാൻ പറഞ്ഞല്ലോ ഇല്ല, ഇപ്പോൾ ആരും തന്നെ പറഞ്ഞു ഞാൻ PR കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറെ പേര് അതിൽ PR കൊടുത്തിട്ടുണ്ട്, ചിലർ കൊടുക്കാണ്ട് നിന്നിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് തോന്നുന്നു മുൻഷി രഞ്ജിത്ത് ചേട്ടനൊന്നും കൊടുത്തിട്ടില്ല. ആൾ ഫസ്റ്റ് വീക്ക് തന്നെ ഔട്ടായി പോയല്ലോ. ആൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മളിപ്പോൾ മിണ്ടാണ്ടിരുന്നാലും നമ്മൾ PR കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെത്തും.
ടോപ്പ് 5 വരെ എത്തും. നമ്മളിപ്പോൾ കുറച്ച് നാടകത്തിൽ കുറച്ച് കളിച്ച ഒരു കോംബോ പോലെയൊക്കെ കളിച്ച് നിന്നാൽ നമ്മൾ ടോപ്പ് 5 വരെ എത്തുന്ന ഉറപ്പാണ്. ഇപ്പോൾ 7 പേരാണുള്ള ഹൗസിൽ. ഇപ്പോൾ ഓരോരുത്തരുടെ ഷാനവാസിക്കയുടെ ഗെയിമിന് എങ്ങനെ നോക്കിക്കാണും? ഷാനവാസിക്കയുടെ ഗെയിം എന്ന് വെച്ചാൽ ആള് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നിങ്ങൾ കോംബോ വേണ്ട വലിച്ചു കീറുന്നൊക്കെ. ഇപ്പൊ നമ്മള് നമ്മുടെ എപ്പിസോഡിൽ നമ്മുടെ സീസണിൽ ഞാൻ സായി ചേട്ടൻ സിജോ ചേട്ടൻ ഒരു കോംബോ വന്നപ്പോൾ ഒരു പറഞ്ഞു പെങ്ങള് കുട്ടി ആങ്ങളാന്നുള്ളൊരു കോംബോ ഒക്കെ സൃഷ്ടിച്ചു. അതുപോലെ തന്നെ ഇപ്പൊ എന്താ പറയാ ഷാനവാസിക്ക, ആദില ചേച്ചി, നൂറ അവരൊക്കെ കൂടിയിട്ടുള്ളൊരു മീൻസ് ഒരു കോംബോ വരുന്നുണ്ടല്ലോ. ആള് പണ്ടൊരു നന്നായി കളിച്ചിരുന്നു, ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ ഒന്ന് ഒതുങ്ങി പോയോ എന്നൊരു ഡൗട്ട്. ആൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഗെയിം കളിക്കേണ്ടതെന്ന് വെച്ചാൽ വ്യക്തി എന്ന നിലയിൽ ആള് നല്ലൊരു വ്യക്തിയാണ്. ആൾക്കാർ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഒരാളവിടെ നിർത്തുന്നത് ഇത്ര നാളും. അദ്ദേഹത്തിന് കപ്പിലേക്കുള്ള ഒരു ചാൻസ് എത്ര ഉണ്ട്? കപ്പിലേക്ക് ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കാണാം ഓരോ കമന്റ്സ് വായിക്കുമ്പോഴും നമുക്ക് കാണാം ആരാണ് കപ്പടിക്കാന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ഇനിയിപ്പോ ഞാൻ പറഞ്ഞല്ലോ PR കൊണ്ട് നമുക്ക് മാറ്റി മറിയോന്നൊന്നും അറിയില്ല. ഷാനവാസിക്ക് അങ്ങനെ കപ്പടിക്കാനുള്ള ചാൻസ് ഉണ്ടോ? ടോപ്പ് 5 അവർ അതുവരെ എത്തും. അക്ബറിന്റെ ഒരു ഗെയിമിനെയും അദ്ദേഹത്തിന്റെ ഒരു വിജയ സാധ്യത എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അക്ബർ ചേട്ടനൊന്നും ടോപ്പ് 5 ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ തന്നെ ടോപ്പ് 5 വരെ എത്താനുള്ള ഒരു ഇതുണ്ട്. ആള് PR കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണല്ലോ ടോപ്പ് 5 വരെ എത്തിയത്. വിജയ് സാധ്യത അക്ബർ ചേട്ടൻ അടിക്കില്ല, കപ്പടിക്കില്ല. അക്ബറിന്റെ കാര്യത്തിൽ മറ്റൊരു കാര്യമുണ്ട്. അക്ബറിന്റെ PR ആണ് ശൈത്യക്ക് വേണ്ടിയിട്ട് വോട്ട് ബാങ്ക് കൊടുത്തതെന്നാണ് പറയുന്നത്. അതായത് അനുമോളുടെ PR കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയതാണ്. അക്ബറിന്റെ PR ചെയ്യുന്ന ടീമാണ് ശൈത്യക്ക് വേണ്ടിയിട്ട് 1.5 ലക്ഷം രൂപയ്ക്ക് അവർക്ക് ബിൻസി ഔട്ട് ആവേണ്ട സമയത്ത് ശൈത്യക്ക് വേണ്ടി വോട്ട് കൂടുതൽ കൊടുത്ത് ശൈത്യനോട് നിർത്തിയെന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് എന്താ? അപ്പൊ അങ്ങനെ ഒരു വോട്ട് ബാങ്ക് ഉള്ള ടീം കൂടെ ഉള്ളപ്പം അക്ബറിന് വിജയിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ലേ? അതിനെ കുറിച്ച് സത്യത്തിൽ ഞാൻ പറയട്ടെ, ഈ സംഭവത്തിനെ കുറിച്ചിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഞാൻ ഇപ്പോഴാണ് നമ്മൾ പറഞ്ഞത്, ഞാൻ PR-നെ കുറിച്ചിട്ട് ഈ PR-ന് 16 ലക്ഷം കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെ ഈ ഔട്ട് ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴാണ് കേൾക്കണം. ചേട്ടാ സത്യം പറയാൻ വെച്ചാൽ അതൊക്കെ കൊടുക്കാണെങ്കിൽ ഞാൻ മുമ്പ് എൻ്റെ കിഡ്നിയെങ്കിലും വിറ്റ് ഞാൻ അതൊക്കെ കൊടുത്തേനെന്ന് ഞാൻ അറിഞ്ഞില്ല സത്യത്തില്. അതുപോലെ തന്നെ നൂറയുടെ ഗെയിമിനെ എങ്ങനെ കാണുന്നത്? ഞാൻ പറഞ്ഞല്ലോ ആള് നന്നായി ലാലേട്ടൻ പറഞ്ഞപ്പോഴാണ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ. സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറയാ കുഴപ്പമില്ല, നന്നായി കളിക്കുന്നുണ്ട്. പക്ഷെ അവരൊരു ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ലുക്ക് ഉണ്ട് കാണാൻ. ആള് ഓട്ടോമാറ്റിക്കലി ആൾക്കാർ നിർത്തും, കുറച്ച് ഭംഗിയുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ അവിടെ നിർത്താൻ നോക്കും 100 ദിവസം കാര്യങ്ങളൊക്കെ ആയിട്ട്. ആദിൽ ചേച്ചി ഗെയിം കളിക്കണമെന്ന് വെച്ചാൽ പണ്ട് നന്നായി ആള് ഫസ്റ്റിലേ നന്നായി കളിച്ചിരുന്നാണല്ലോ. ഇവരൊരു മീൻസ് പാർട്ട്നേഴ്സ് ആയിട്ടാണല്ലോ വന്നത്. അപ്പോൾ പിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പോൾ. എന്നാലും ആദിൽ ചേച്ചി 100 ദിവസം നിൽക്കുമെന്ന് വെച്ചാൽ എനിക്കില്ല. പക്ഷെ നൂറ് ചേച്ചി 100 ദിവസം നിൽക്കാനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട്. ഇനി മറ്റൊരാളുടെ ഗെയിം പറയുകയാണെങ്കിൽ ഇപ്പൊ അനുമോളുടെ ഗെയിമിനെയും അവരുടെ സ്ട്രാറ്റജീനെയൊക്കെ എങ്ങനെയാണ് ശരിക്കും കാണുന്നത്? അനുമോൾ എന്ന് വെച്ചാൽ അനുമോൾ നന്നായി പഠിച്ചു വന്നിട്ടാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പോലെ അനുമോള് കരയാണെങ്കിൽ കരയും ചെയ്യും, ഇപ്പോൾ ചിരിക്കുകയാണെങ്കിൽ ചിരിക്കും ചെയ്യും, ദേഷ്യപ്പെടണമെങ്കിൽ ദേഷ്യപ്പെടും ചെയ്യും. അങ്ങനത്തെ ഒരു മൂഡിനനുസരിച്ച് ആളുടെ മൂഡിനനുസരിച്ച് ആൾ മാറണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കുറച്ചൊക്കെ നാടകീയത പോലെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ആൾ ഒറിജിനലായിട്ട് നിൽക്കണേന്ന് തോന്നുന്നു. നമ്മൾ സ്റ്റാർ മാജിക്കിൽ കണ്ട പോലെ തന്നെയാണ് ആളും. ഈ ഞാൻ പറഞ്ഞില്ലേ തങ്കച്ചൻ ചേട്ടനെ ഞാൻ അനീഷിന്റെ പ്രണയത്തിൽ പറഞ്ഞപ്പോഴാണ് തങ്കച്ചൻ ചേട്ടനോട് സ്റ്റാർ മാജിക്കിൽ ഒരു ഇഷ്ടം എന്നുള്ള ഒരു സംഭവം ഉണ്ടാവില്ലേ, അതുപോലെ തന്നെയാണ് അനുമോളും ബിഗ് ബോസിലും അനീഷ് ചേട്ടനോട് അങ്ങനെ ഒരു എന്താ പറയാ ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും. ഇഷ്ടം എന്ന് വെച്ചാൽ ബ്രദർ എന്ന ഒരു നിലയ്ക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ടാവുക. അനുമോള് ട്രിഗർ ചെയ്തിട്ടാണ് പ്രണയം തോന്നിയതെന്ന് തോന്നുന്നുണ്ടോ പുള്ളിക്ക്? അത് അനീഷേന്റെ ഗെയിമാണല്ലോ. ഞാൻ ഒരു കാര്യമായിട്ട് അനീഷ ഒരാളിപ്പോ നമ്മള് അനുമോള് എന്താ പറയാ ഇങ്ങനെ ഓരോ ഭക്ഷണം കാര്യങ്ങളായാലും അതെ ടാസ്കിലായാലും അതെ ക്രഷ് ആരോടാണ് തോന്നിയതെന്ന് ചോദിച്ചപ്പോൾ അനീഷേട്ടൻ പറഞ്ഞു. അത് ജിസൈലിന്റെ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ടാളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു എന്താ പറയാ ഒരു ഡ്രാമാറ്റിക് പോലെയൊക്കെ കുറച്ചിങ്ങനെ നിന്നു ആളിങ്ങനെ. ചേട്ടാ അതൊക്കെ ചിലപ്പോൾ തമാശയാവും, ആളൊരു അഭിനയിക്കുന്ന ആളാണല്ലോ, ചിലപ്പോൾ തമാശ രീതിയിലാവും. പക്ഷെ പ്രേക്ഷകർ ചില ആൾക്കാർ ചിലവർ ഞാൻ പറയില്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള കുറേ അനുമോളെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്, അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലർ പറയും ഡ്രാമയാണ് അവൾ ഇതിനെ കൊഞ്ചി കൊഴിഞ്ഞുകൊണ്ടാണ് അനീഷയുടെ ഇഷ്ടം പറഞ്ഞത് എന്ന് പറയുന്നുണ്ടാവും. അതെന്താണ് ഉള്ളിൽ നടന്നത് നമുക്കറിയില്ലല്ലോ. ഉള്ളിൽ ഈ ലൈവ് വരുന്നത് കട്ട് ചെയ്തിട്ടാണ് വരിക, നമുക്ക് വരിക. ഇത് ലൈവായാലും എപ്പിസോഡിലായാലും കട്ട് ചെയ്തിട്ടാണ് വരിക. ഫുൾ ടൈം നമുക്ക് എന്താണ് അതിൻ്റെ ഉള്ളിൽ നടക്കണമെന്ന് നമുക്കറിയില്ല. ഞാൻ അനീഷേട്ടൻ അനുമോളും പുറത്തിറങ്ങിയിട്ട് നമുക്കത് പറയാൻ പറ്റുള്ളൂ കാര്യം കറക്റ്റ് എന്താന്നുള്ളത്. ഇനി മറ്റൊരാളുടെ ഗെയിം നെവിൻ എന്ന് പറഞ്ഞ ഗെയിമറാണ്. ഞാൻ പറഞ്ഞല്ലോ നെവിൻ ചില സമയങ്ങളിൽ ലാലേട്ടൻ തന്നെ തോന്നാറുണ്ട്. ലാലേട്ടൻ പറയും ഇരുന്നോളും നെവിൻ തന്നെ പറയും. നെവിൻ്റെ സംസാരം കുറച്ച് കൂടിപ്പോയാ. പക്ഷെ ചില സമയങ്ങളിൽ ആൾ നന്നായി ചിരിപ്പിച്ച ആൾക്കാരെ കയ്യിലെടുക്കുന്നുണ്ട്. ചില സമയങ്ങളിലൊക്കെ ഓവർ ആവുന്നുണ്ടോ എന്നൊരു സംശയം. പക്ഷെ പണ്ടത്തെ പോലെ തന്നെ പണ്ട് എങ്ങനെയാണോ അത് വരെയായിരുന്നു. കഴിഞ്ഞ ഷാനവാസിന്റെ മുമ്പത്തെ ഒരു സംഭവം ഉണ്ടാവില്ലേ, ഒരു പാലിന്റെ പാക്കറ്റ് എറിഞ്ഞില്ലേ, അത് വേറെ നിന്നത്. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് ചെയ്യണ്ടേ, ഞാൻ ഔട്ടാവും എന്നുള്ള ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആൾ ഔട്ടാവാനൊന്നും ഇപ്പോൾ ഔട്ടാവില്ലായിരുന്നു. ആൾക്കാർക്ക് ഈ എന്റർടൈൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. ആളങ്ങനെ ചെയ്യുന്നുണ്ട്, അങ്ങനെ നിൽക്കുന്നുണ്ട്. 100 ദിവസം നിൽക്കാൻ പറ്റട്ടെ.
ഇപ്പോൾ താങ്കൾ കഴിഞ്ഞ സീസണിലുണ്ടതാണ്. ഒരു സീസണിൽ വന്നിട്ട് തിരിച്ച് അവിടുത്തെ ഒരു അവസാനം ഒരു റീയൂണിയന് പോയ ആളാണ്. പക്ഷെ ഇത്തവണത്തെ റീയൂണിയൻ അവിടെ ഒരു കലാശാടിപ്പോരാണ്. റീയൂണിയൻ അല്ല, അതെന്തോ അങ്ങനെ പറയുന്നുണ്ട്, ചന്തയിൽ കിടന്നിട്ട് സംസാരിക്കില്ല അതുപോലെയാണ്. ചിലപ്പോൾ അവർ അതിൻ്റെ ഉള്ളിൽ ഗെയിം പുറത്തത്തെ ആൾക്കാർക്ക് ഇപ്പോൾ ഒരാഴ്ച നിന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവില്ല, ക്യാമറ ഇത് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഇന്ന് ചിലപ്പോൾ അങ്ങനെ പറയുന്നതായിരിക്കും. ഒരു മിനിറ്റ് അതേ വരുന്നേ, അങ്ങനെ പറയുന്നതായിരിക്കും ചിലപ്പോൾ. ഈ സാധാരണ ഇപ്പോൾ ബിഗ് ബോസിലേക്ക് രണ്ടാമത് റീയൂണിയൻ ആയിട്ട് പോകുമ്പോൾ, റീ എൻട്രിക്ക് പോകുമ്പോൾ ബിഗ് ബോസ് നിങ്ങളോട് ഇങ്ങനെ ഒരു ഗെയിം അവിടെ പോയി കളിക്കണം അങ്ങനെ എന്തെങ്കിലും പറയാറുണ്ടോ? നമ്മളോടൊന്നും പറയില്ല. നമ്മൾ റീ എൻട്രി എന്ന് പറഞ്ഞാലോ നമ്മൾ ചേട്ടാ, ഇതിൻ്റെ ഇപ്പോൾ ഭയങ്കര അവർ ആരൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ച് പുറത്തെ ആൾക്കാരെ കുത്തി എന്താ പറയുക അങ്ങനെയൊക്കെ സംസാരിക്കില്ല. അതുപോലെ സംസാരിക്കാൻ തോന്നുന്നുണ്ട്. നമ്മളോടൊന്നും ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവിടെ പോയി ചെയ്തോളൂ, അങ്ങനെ ഒന്നും പറയില്ല. നമ്മളവിടെ പോകുന്നു, അവരെ കാണുന്നു, നമ്മൾ സംസാരിക്കുന്നു, വേണമെങ്കിൽ നമുക്ക് ഗെയിം കളിക്കാം, നമ്മളൊരു ഫാമിലി പോലെയായിരുന്നു. പക്ഷെ ഇവര് ഭയങ്കരമായിട്ട് തല്ലൂടാൻ വേണ്ടി മാത്രം മറ്റുള്ളവരുടെ സമാധാനം കൂടി കളയുക. അവിടെ ഇപ്പോൾ ടോപ്പ് 7 വരെ നിൽക്കുന്ന ആൾക്കാരെ സമാധാനം കൂടി ഇവർ കളയാണ്. ചിലവർ അങ്ങനെയല്ല കേട്ടോ, ഇത് അങ്ങനെയല്ല. നമ്മളിപ്പോൾ പുറത്ത് പോയ ആൾക്കാരല്ലേ, പുറത്ത് പോയ ആൾക്കാരാണ് അങ്ങോട്ട് കൂടി തല്ലൂടുന്നത്, അതിൻ്റെ ഉള്ള ആൾക്കാരോടല്ല പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ആൾക്കാർ പുറത്ത് തീർക്കാത്ത പ്രശ്നങ്ങൾ അകത്ത് ക്യാമറയ്ക്ക് മുന്നിൽ തീർക്കാൻ, ക്യാമറ അതൊരു അഭിനയമായിട്ടല്ലേ തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ. അവർക്ക് പുറത്ത് തന്നെ സംസാരിച്ച് തീർക്കാവുന്ന കാര്യമുള്ളൂ. അത് കുറച്ച് ഇപ്പോൾ ഇന്നത്തെ പ്രൊമോയിൽ ഞാൻ കണ്ടു ബിൻസി ചേച്ചി മസ്താനിയോട് ഇങ്ങനെ സംസാരിക്കുന്നത്. അതൊക്കെ പുറത്ത് നിന്നിട്ട് തന്നെ പറയാം. ചാച്ചൻ്റെ ഓട്ടോയിൽ പോയി അതൊക്കെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു ആൾ ഓട്ടോ ഓടിക്കണമെന്ന് വെച്ചിട്ട് ഇപ്പോൾ എന്താ മോശമുള്ള കാര്യമില്ലല്ലോ. പിന്നെ ആൾ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. ആൾക്ക് പുറത്ത് പോയ ട്രോമ ആൾക്ക് വിട്ടിട്ടില്ലല്ലോ മസ്താനി ചേച്ചിക്ക്. അത് കാരണം മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. എന്താവോ ഇപ്പൊ ഈ ഗെയിം ഇങ്ങനെ പ്രത്യേക രീതിയിലാണ് നിലനിന്ന് പോകുന്നത്. ഇവര് നമ്മളൊരു ബോണ്ടിങ് കറക്റ്റ് ആയിട്ട് വർക്ക് ആവാത്തായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഈ സീസണിൽ ബോണ്ടിങ് ഇവർക്ക് ശത്രുതയാണെന്ന് തോന്നുന്നുണ്ട്. ബോണ്ടിങ് അല്ല അവർക്ക്. ഞാൻ പറഞ്ഞു അനുമോൾക്കും ഈ ആദില നൂറ് അവരുടെ ഇടയിൽ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇന്നലെ ഒരു എപ്പിസോഡിൽ ഞാൻ കണ്ടു, നീ നുണച്ചിയാണ്, നീ പറയണൊക്കെ നുണയാണെന്നുള്ളത് എന്നോട് നീ പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞു. അവരെന്നെ ഫ്രണ്ട്സിനെ ഒറ്റ കൊടുക്കുന്നുണ്ട് ഇവര് ഗെയിമിന്റെ ഭാഗമായിട്ട്. അതൊക്കെ എനിക്ക് ചീപ്പായിട്ട് തോന്നിയിട്ടുണ്ട്. ഫ്രണ്ട്സ് ആണെങ്കിൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് നിൽക്കണമല്ലോ. ഇപ്പൊ സിമ്പിൾ ആയിട്ട് കേൾക്കണം, ഈ ബിൻസിയുടെയും അതുപോലെ അപ്പാനി ശരത്തിന്റെ പ്രശ്നം അത് പറഞ്ഞു തീർന്ന് എപ്പിസോഡ് കഴിഞ്ഞാൽ അവർ ഔട്ടായി പ്രശ്നങ്ങൾ തീർന്നാണ്. ആ വിഷയം വീണ്ടും കുത്തിപ്പോക്കുമ്പോൾ അതുകൊണ്ട് അവർക്ക് എന്ത് നേട്ടമായിരിക്കും ഉണ്ടാവുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അത് അവിടെ വെച്ച് കഴിഞ്ഞു. അത് ബിൻസി പുറത്തു പോയതിനു ശേഷം അനുമോള് ശരത്തേന്റെ കാല് പിടിച്ച് സംസാരിച്ചു പോയി, സോറി ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് അവരുടെ പല്ലിന്റെ ഇടയിൽ കുത്തിയിട്ടല്ലേ അവർ നാറ്റിക്കണത്. അത് കാരണം ഞാൻ പറഞ്ഞു ഇന്നലെ എപ്പിസോഡ് കണ്ടപ്പോൾ നാറ്റിച്ചോട്ടെ, ആർക്കത് പുറത്തു പോയി നെഗറ്റീവ് ആവുക, വീണ്ടും ഇവർക്കഞ്ഞല്ലേ നെഗറ്റീവ് ആവുക. ചിലപ്പോൾ ഈ എപ്പിസോഡ് കാണാത്തവരാവും, ആ എപ്പിസോഡ് കാണാത്ത ആൾക്കാരെ ഈ എപ്പിസോഡ് കാണുന്നുണ്ടാവുക. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് മൊത്തം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് വീണ്ടും അവർ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും സീസൺ തീരാൻ പോവാണ്. അതെ, ആർക്കൊക്കെ എല്ലാവർക്കും നിങ്ങൾ റീയൂണിയനിൽ കണ്ടല്ലോ, എല്ലാവരും എന്തൊക്കെ പറഞ്ഞു ശരിക്കും മനസ്സിലായില്ല? റീയൂണിയൻ നിങ്ങളുടെ ടീം വികാരനിലൊക്കെ പോകും. നമ്മൾ കണ്ടിരുന്നു. നമ്മള് ഇപ്പൊ കണ്ടിരുന്നാണോ ചോദിക്കണേ? ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണല്ലോ. ഇപ്പൊ നമുക്ക് ആരൊക്കെ ജയിക്കണം എന്നുള്ളത് അവരവരെ അഭിപ്രായങ്ങളുണ്ട്. ഇപ്പൊ സായി ചേട്ടന് ഒരേ അഭിപ്രായമുണ്ട്, സിജോ ചേട്ടനായാലും അഭിപ്രായമുണ്ട്, ആർക്കാണെങ്കിലും എല്ലാവർക്കും ഓരോരോ അഭിപ്രായമുണ്ട്. റസ്മി ചേച്ചിക്ക്, അപ്സര ചേച്ചിക്ക് എല്ലാവർക്കും ഓരോരോ അഭിപ്രായങ്ങളുണ്ട്. അവരുടെ അഭിപ്രായം ഇപ്പൊ എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല, ഞാനൊരു സീരിയൽ ചെയ്തു, പിന്നെ ഒരു സീരിയൽ വന്നിട്ടുണ്ട്, അങ്ങനെ പോകുന്നു. കുഴപ്പമില്ലാണ്ട് ദൈവം സഹായിച്ച് കുഴപ്പമില്ല പോകുന്നു. എല്ലാം അടിപൊളിയായിട്ട് പോട്ടെ. ഓക്കെ, താങ്ക് യു.